കംഫോർട്ടബിളായിട്ട് ഈ ഒരു സമ്മർ ടൈമിൽ എവിടെയെങ്കിലും പോകുമ്പോൾ എന്നാൽ നമുക്ക് ഡ്രസ്സായിട്ടും ഒരു ട്രാവൽ കംഫോർട്ടബിൾ വെയർ ആയിട്ടും ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ കളക്ഷനാണ്. നമ്മുടെ ഹാൻഡ്ലൂം കോട്ടണിനകത്ത് വീവിങ് പാറ്റേണും അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കളർ ഷെയ്ഡ്സും കൂടെ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ്. 3 പാനൽ കട്ടിങ്ങിനകത്ത് വിത്തൗട്ട് സ്ലിറ്റിൽ വന്നിരിക്കുന്നതാണ്. സ്ലീവിലും അതുപോലെ തന്നെ വെർട്ടിക്കൽ ലൈൻസ് വന്നിട്ട് പടി ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ആ ഒരു വെർട്ടിക്കൽ ലൈൻസ് സൈഡിൽ കൊടുത്തേക്കുന്ന കാരണം തന്നെ നമുക്കൊരു സ്ലിം ഫീലും എന്നാൽ ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഇത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു സ്ലിപ്പ് ഇന്നറിൽ വെയർ ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഓടി നടക്കാൻ പറ്റുന്നതാണ്. കൊലാപ്പൂരി ചെപ്പൽസ് ഷൂസിൻ്റെ ഒക്കെ കൂടെ. ഇതിന് കളേഴ്സ് ചേഞ്ചസ് ഉണ്ടോ, എനിക്ക് ഈ ഓറഞ്ചിഷ് പീച്ച് വേണ്ട എന്ന് കളർ ചേഞ്ചസ് ഉള്ളവരാണെങ്കിൽ ഓരോരോ കളേഴ്സായിട്ട് നമുക്ക് കാണാം. നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡിലും ഇതേ സെയിം ലുക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ നെക്ക് പാറ്റേൺ ഒന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഇച്ചിരി കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു നെക്കാണ്. ഒരു ഹാഫ് കോളർ വന്നിട്ട് അതിനകത്തൊരു ഡിഫറെൻറ്റ് ഷേപ്പ് തന്നെയാണ് എനിക്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കൊരു ലോക്കറ്റ് പാറ്റേണിലൊക്കെ ഉള്ളൊരു ജ്വല്ലറി ഒക്കെ ഇടുവാണെങ്കിൽ നമുക്കങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫിനിഷിങ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് എംപയർ കട്ട് ഫിനിഷിങ് ആയത് കാരണം ബോഡി ഷേപ്പും അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും. ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലെ തന്നെ എംപയർ കട്ടിലാണ് ഇത് ഫിനിഷ് ചെയ്തേക്കുന്നത്. ആൻഡ് സ്ലീവ്സ് 3/4 സ്ലീവ്സ് ആണ്. മെഷർമെൻറ്റ്സ് സാധാരണ ഞാൻ ഇപ്പോൾ ഇടാറുള്ളത് XL ആണ്, പക്ഷേ ഞാൻ ഇന്ന് വെയർ ചെയ്തേക്കുന്നത് ലാർജ് ആണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് മസ്റ്റേർഡ് യെല്ലോ വിത്ത് ആ ഒരു ബേജ് ടെസർ ബേജ് കളറ്. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. പിങ്ക് ഷെയ്ഡും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സാണ്. ഇതെല്ലാം ഡ്രേപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് നമ്മൾ വെബ്സൈറ്റിലും അവൈലബിൾ ആയിരിക്കും. അപ്പം ഇത് ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റോക്കാണ്. നേരത്തെ നമ്മൾ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതായിരുന്നു. അപ്പം പിന്നെയും ഡിമാൻഡ് ഉള്ളതുകൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ്. ലിമിറ്റഡ് നമ്പറാണ് കേട്ടോ സ്റ്റോക്ക് ഉള്ളത്. പിന്നെ വന്നേക്കുന്നത് ബ്ലൂ. അതെ, പ്രവീൺ ഇവിടെ നിന്ന് പറയുന്നുണ്ട്. തലപ്പുമ്പ് സ്റ്റോറിലെ ഡിസൈനർ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഇത് വന്നേക്കുന്നത്. ആൻഡ് കംഫോർട്ടബിളായിട്ട് ഇടാവുന്ന ഒരു പോക്കറ്റ് പിന്നുണ്ട് കേട്ടോ. എല്ലാത്തിനും പോക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിത്ത് പാൻസ്, ഒരു ക്രീം കളർ പാൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാൻസും അവൈലബിൾ ആണ്. വിജയ് ഒന്നിങ്ങ് വരണേ ഉണ്ടോ. ഇങ്ങനത്തെ പാൻസും നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതും സൈസസ് ആയിട്ട് നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ പാൻസിൻ്റെ അടിയിൽ ചെറിയൊരു ക്രോഷ്യോ ലേസൊക്കെ ഉള്ള പാൻസാണ്. ഇതിൻ്റെ കോഡ് വന്നേക്കുന്നത് RGA 279 649 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ബോട്ടം വേണമെങ്കിലും ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത് നമുക്ക് ഇടാം. അപ്പോൾ അതായത് കുർത്ത തന്നെയായിട്ട് ഇടില്ലാത്തവരാണെങ്കിൽ, ഡ്രസ്സായിട്ട് ഇടില്ലാത്തവരാണെങ്കിൽ അടിയിൽ പാൻസ് ഇട്ടിട്ട് വെയർ ചെയ്താലും അതിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതും സ്റ്റോഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പാൻസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ 3 ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് ആണുള്ളത്. പീച്ച് കളർ, സ്കൈ ബ്ലൂ കളർ, സ്കൈ ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല, ഒരു ടർക്കോയിഷ് ബ്ലൂ, പിന്നെ ഒരു പിങ്ക് ഷെയ്ഡ്, പിന്നെ വന്നേക്കുന്നത് ഗോൾഡൻ മസ്റ്റേർഡ് കളർ അല്ലേ. ഇത്രയും ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. മീഡിയം, ലാർജ്, XL അല്ലേ. മീഡിയം, ലാർജ്, XL സൈസസ് അവൈലബിൾ ആണ്. 1299 ആണ് പ്രൈസ് റേഞ്ച്. ലിങ്ക് തൊട്ട് താഴെ ഉണ്ടാവും വീഡിയോയുടെ. ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം വെയർ ചെയ്തിട്ടുള്ള ലുക്സ് കാണാം. സൈസസ് എപ്പോഴും ഒരു സൈസ് RGയുടെ GHBയുടെ കോഡിലുള്ള സ്മോളും ഉണ്ട്. സ്മോൾ തൊട്ട് ലാർജ് വരെയുള്ള XL വരെയുള്ള സൈസ്. സ്മോൾ ടു XL ആണ് സൈസസ് അവൈലബിൾ. സൈസ് ചാർട്ട് അവൈലബിൾ ആണ്. അപ്പോൾ അത് കാരണം അത് നോക്കുക. ഒരു ടോൺ ഒരു സൈസ് ചെറുതെടുത്താലും കുഴപ്പമുണ്ടാകത്തില്ല. ബിക്കോസ് ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്നത് ലാർജ് സൈസിലാണ്. XL സൈസാണ് ഞാൻ നോർമലി ഇടാറുള്ളത്. താങ്ക് യു. മെറൂണിൻ്റെയും ഗോൾഡിൻ്റെയും കോമ്പിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് വി നോ ദാറ്റ് ഇറ്റ്സ് ഓൾറെഡി റോയൽ. എപ്പോഴും നമുക്ക് ആ ഒരു കളർ കോമ്പിനേഷനിൽ ട്രഡീഷണൽ ആയിട്ടുള്ള സ്റ്റൈൽസ് വരുമ്പോൾ കുറച്ചും കൂടി ഒരു എന്താ പറയുക, മൊത്തത്തിൽ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു അട്രാക്റ്റീവായിട്ട് വന്നിരിക്കുന്നൊരു കോമ്പിനേഷനാണ്. സോ വി ഹാവ് എ ബ്യൂട്ടിഫുൾ ട്രഡീഷണൽ ബനാറസി സ്റ്റൈൽ സാരി ഇൻ ടിഷ്യൂ, ഗോൾഡൻ ടിഷ്യൂവിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് ബേസ് കളറായിട്ട് എന്ന് വെച്ചാൽ വാപ്പും വെഫ്റ്റും വരുന്നുണ്ടല്ലോ. അങ്ങനത്തെ 1 സൈഡിയാണ്. ആ വെഫ്റ്റ് യാൻസ് എന്ന് പറയുന്നത് മറൂൺ ഷെയ്ഡിലും ബാക്കി ടിഷ്യൂവിലുമാണ് വന്നിരിക്കുന്നത്. And this saree is paired with a beautiful blouse which you can literally pair with a lot of combinations. ഫുള്ള് നമുക്ക് കുറച്ചും കൂടെ ബിഗർ ആയിട്ടുള്ള ഗോൾഡൻ ടോൺ എടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള വീവിങ് സ്റ്റൈലിൽ വന്നിട്ടുള്ള പല്ലുവാണ്. അതേ ലുക്ക് തന്നെയാണ് നമുക്കിതിൻ്റെ ബ്ലൗസിനും പെയർ ചെയ്തിരിക്കുന്നത്. ഞാൻ 299 റേഞ്ചിൽ വന്നിരിക്കുന്ന ടിഷ്യൂ സാരിയാണ്. നമുക്കതിനകത്ത് വെയ്റ്റും തീരെ ഇല്ല കേട്ടോ. നമുക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരിയാണ്. നമുക്ക് ഒട്ടി കിടക്കുന്ന ലുക്കല്ല, കുറച്ചൊന്ന് സ്റ്റിഫർ ഫീലിൽ നമുക്കത് ഡ്രേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന സാരിയാണ്. പിന്നെ ഒതുങ്ങിക്കോളും, നമ്മളത് തിക്കാവുന്ന ഒരു ഫീല് വരത്തില്ല. സ്റ്റിഫാണെന്നുണ്ടെങ്കിലും തിക്കല്ല. നമുക്കത് അത്യാവശ്യം നന്നായിട്ടൊന്ന് പ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ പക്ഷേ നല്ല പ്ലീറ്റഡ് ലുക്കിനും നല്ല ഭംഗിയുള്ള ഒരു സാരി തന്നെയാണ്.
ആൻഡ് പവർലൂം ബേസ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ലുക്ക്. ഇൻസൈഡ് പോർഷനിൽ നമുക്ക് വൈറ്റ് യാൻസിനെയാണ് ആക്ച്വലി ആ ല്യൂറക്സ് യാൻസ് വെച്ചിട്ട് ട്വിസ്റ്റ് ചെയ്തേക്കുന്നത്. നമ്മളതിനകത്ത് ഈ ഒരു പോർഷൻ കാണുമ്പോൾ അറിയാം. അപ്പോൾ ഈ കട്ട് യാൻസ് വരുന്നുണ്ട്, കൊണ്ട് വലിയാൻ പാകത്തിനായിട്ട് ബോഡിയിലൊന്നും വരുന്നില്ല, ചെറുതായിട്ട് ലൂസ് സെറി വരുന്നുണ്ട് ഇവിടെ. ത്രെഡ് അല്ലാത്തത് കൊണ്ട് വലുതായിട്ട് കൊണ്ട് വലിയത്തില്ല, വലിയ പ്രശ്നം വരത്തില്ല കേട്ടോ. സ്റ്റോൺ ജ്വല്ലറി അത്രയ്ക്കുള്ളൊരു ഇഷ്യൂ ആവത്തില്ല, കുഴപ്പമില്ല, നമ്മളൊന്ന് മാനേജ് ചെയ്താൽ മതി. ആൻഡ് പൊതുവേ നമ്മൾ 1 ലെയറിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ആക്ച്വലി കയ്യിലധികം കൊണ്ടുവലിയാനുള്ള ചാൻസസ് കുറവാണ്. ഞാൻ ഇട്ടേക്കുന്ന ജ്വല്ലറി കുറച്ച് സ്റ്റോൺ വരുന്നതാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. NN228 എന്ന ഗോൾഡിലാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. 299 റേഞ്ചിൽ വരുന്ന ലുക്കാണ് കേട്ടോ. ഈ ഒരു കല്യാണങ്ങളൊക്കെ വരുമ്പോഴത്തേക്കാണെങ്കിലും ഭയങ്കര രസമായിട്ട് നമുക്ക് പെയർ ചെയ്യാം. ആൻഡ് ഇപ്പം നമുക്കതിനെ പിന്നെ അത് റീയൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒന്ന് അപ്സൈക്കിൾ ചെയ്തിട്ട് ഇഫ് യു വാണ്ട് കൺവേർട്ട് ഇൻ ടു എ ട്രഡീഷണൽ ഗാർമെൻറ്റ് ആറ്റ് ഇസ് ഓൾസോ ഗോയിങ് ടു വർക്ക് ഔട്ട് റിയലി വെൽ. ട്രഡീഷണൽ ബനാറസി ബോർഡർ പാറ്റേണും ബോഡിയിൽ വന്നിരിക്കുന്നത് റൗണ്ട് പേസ്ലീസിൻ്റെ ഒരു ലുക്കും കൂടെയാണ്. ചെക്ക് ഇറ്റ് ഔട്ട്, www.aham.store. ട്രഡീഷണൽ ആൻഡ് ലൈറ്റ്ലി ആയിട്ട് വന്നിരിക്കുന്ന കളർ പാലറ്റ് വയലറ്റ് ടോണിൻ്റെ കൂടെ നമുക്കൊരു റാണി പിങ്കിൻ്റെ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റൈൽ നമുക്ക് വേറെ കളേഴ്സിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു സാരി നമുക്ക് ഇതേപോലത്തെ കളർ കോമ്പിനേഷൻസിലും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് രണ്ട് ഓപ്ഷനായിട്ട് വന്നിരിക്കുന്ന ഒരു ലുക്കാണ്. അപ്പോൾ ഇതൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ടാസ ഫിനിഷിൽ നമുക്ക് നല്ലൊരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം ലൈക്ക് വെഡ്ഡിങ് ലുക്ക്, പക്ഷേ നമുക്ക് സിൽക്സിൻ്റെ അത്ര സ്പെൻഡ് ചെയ്യേണ്ട. ദാറ്റ്സ് ഗോയിങ് ടു ബി ലൈക്ക് അറൗണ്ട് 10 to 11 ആ ഒരു റേഞ്ചിലാണ് പ്യുവർ സിൽക്കിൻ്റെ അകത്തൊക്കെ വരുന്ന ലുക്സ്. അപ്പം അതിന് അത്രയും സ്പെൻഡ് ചെയ്യേണ്ട, പക്ഷെ എന്നാലും ഒരു ക്ലാസിക് ലുക്ക് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നത്. 499 റേഞ്ചിൽ വന്നിരിക്കുന്ന ടസ ഫിനിഷ് സാരിയാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലുക്കും. ആൻഡ് ഇതിൻ്റെ ബ്ലൗസും നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. കുഞ്ഞ് ഫ്ലോറൽസിൻ്റെ ഒരു സ്കാറ്റർ കോൺട്രാസ്റ്റിലാണ് വരുന്നത്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ബ്ലൗസിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ടോൺ തന്നെ. അപ്പം ഈ ഒരു പല്ലുവിൻ്റെയും ബോർഡറിലും വന്നിരിക്കുന്ന അതേ ഒരു ഷെയ്ഡിനകത്ത് ഷോർട്ട് ബനാറസി പല്ലു ആണ് അതിനകത്ത് വരിക. ബോഡിയിൽ നോക്കിക്കഴിഞ്ഞാൽ റൗണ്ട് മോട്ടീവ്സ്, അത് ഫ്ലോറൽ പാറ്റേൺസ് ആണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. സിൽവറും ഗോൾഡുമായിട്ടുള്ള കോമ്പിനേഷനിലാണ് വരുന്നത്. ആൻഡ് സാരി ഇസ് എ പവർലൂം ബേസ് സാരി, പക്ഷെ കൊണ്ടുവലിയാൻ പാകത്തിനായിട്ടൊന്നും ഇതിനകത്ത് വരുന്നില്ല. ലൈറ്റ് ഗോൾഡൻ ജെറിയാണ്. എഡ്ജ് മൈക്രോ ഓവർലോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തേക്കുന്ന ലുക്കാണ് കേട്ടോ. സോ കംഫർട്ടബിൾ സാരി വിച്ച് യു ക്യാൻ ക്യാരി ഈസിലി. നല്ല പ്ലീറ്റ്സ് ഒക്കെ കിട്ടും, ഒതുങ്ങുന്ന സാരിയുമാണ് കേട്ടോ.